5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. എവിടുന്നോ കേറി വന്ന തുണിക്കച്ചവടക്കാരി ഇവള് കൈയും കാലും അനക്കാതെ നിന്നാ ഞാൻ വെച്ച് വിളമ്പി കൊടുക്കണമെന്നാണോ? ഇവള് ഇനി ഈ വീട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല. ഇറങ്ങടി. അമ്മേ, എന്താ എന്താ അമ്മ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നം ഇവളാ. രാവിലെ തന്നെ എന്റെ പ്രഷർ കൂട്ടാൻ വേണ്ടി വന്ന് നിക്ക. മൈലാഞ്ചി ഇട്ട് 2 കൈ മലത്തി പിടിച്ച് നിക്കുന്ന കണ്ടില്ലേ ഇവള്? എടാ, ഇപ്പൊ ഇവള് ഈ മൈലാഞ്ചി ഇട്ടോണ്ട് വന്ന് നിക്കുന്ന എന്തിനാ? അമ്മേ, ചാരുവല്ല, അവളെ നിർബന്ധിച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്തത് ഞാനാ. ഓ, ആഹാ. ഓ, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയണം, അല്ലാതെ ചാരുവിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓഹോ ഓഹോ, അപ്പോ ഇവള് നിന്നെയും മയക്കിയെടുത്തു. എന്നോട് ശബ്ദം വരുത്തി സംസാരിക്കാൻ വരെ നീ അങ്ങ് വളർന്നു. എല്ലാം ഇവിടെ തലയണമന്ത്ര. എടി, നീ എന്തുദ്ദേശത്തോടാണോ ഇവിടെ വന്നത് അതെല്ലാം നീ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നിന്നെ അങ്ങ് വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. അമ്മേ, ഇനി ചാരുവിന് എന്തെങ്കിലും പറഞ്ഞ എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്ത് ചെയ്യൂടാ? പറടാ, എന്ത് ചെയ്യൂന്ന്? അനിയ, നീ എന്ത് ചെയ്യും? ബ്രോ, ഇത് ഞാനും അമ്മയും തമ്മിലുള്ള പ്രശ്നം. അതില് ബ്രോ ഇടപെടണ്ട. അമ്മയ്ക്കും നിനക്കൊരു പ്രശ്നം ഉണ്ടായ ഞാനെന്നല്ല, ഈ വീട്ടില് ആരും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഏതോ ഒരുത്തിക്ക് വേണ്ടി നീ അമ്മോട് പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ ചുമ്മാ കേട്ടുകൊണ്ടിരിക്കില്ല. എന്താ നീ പറഞ്ഞേ? ഏതോ ഒരുത്തിയോ? ചാരു ഏതോ ഒരുത്തിയല്ല, എന്റെ ഭാര്യയാ. എടാ അനിയ, നിനക്ക് മുന്നിലേക്ക് ഞാൻ വലിച്ചിരുന്ന പിച്ചയാണ് നിന്റെ ഭാര്യ. എന്താടാ നീ പറഞ്ഞ? എന്താ പറഞ്ഞെന്ന്? എന്താ കേട്ടില്ലേ? ഞാൻ വലിച്ചിരുന്ന പിച്ചയാണെന്ന്. അയ്യോ, മാഷേ, നിങ്ങളെന്നെ തല്ലിയല്ലേ? തന്നോളം വളർന്ന മകൻ തല്ലാൻ പാടില്ല, അറിഞ്ഞൂടെ? സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ എന്നെ കൈവച്ചു. എന്താ പിന്നെ ഇപ്പോഴും ഇനി എന്നും ഞാൻ കൈയിട്ട് നോക്കി നിന്ന് വരില്ല. നീ എന്ത് ചെയ്യും? തിരിച്ചു തല്ലു എന്നെ? നീ എനിക്ക് തല്ലടാ, തല്ലാൻ. എന്റെ ചാരുമോള് നിന്റെ പിച്ച അല്ലടാ. ഇനി ഒരിക്കൽ കൂടി നീ ഇത് പറഞ്ഞ നിന്നെ വട്ടക്കായിൽ കെട്ടി താഴ്ത്തു ഞാൻ. വല വേണ്ട, വന്നേ വന്നേ വല അങ്ങോട്ട്. പിച്ചയാണത്ര. വാ വല. അവൻ പറഞ്ഞു കേട്ടില്ലേ ഗോവിന്ദ? പിച്ചയാണ് പോലും. വന്നു കയറി ഇവൾക്ക് വേണ്ടി എന്നെ കൈവച്ചത് കണ്ടില്ലേ? എടാ, നിന്റെ അച്ഛൻ നിന്നെ എന്നാണ് അംഗീകരിച്ചിട്ടുള്ളത്? എന്റെ മക്കള് വിഷമിക്കല്ലേ മോനെ. വിടനെ. നാശം പിടിച്ചവള്. നീ മൈലാഞ്ചി ഞാൻ കഴുകിക്കളയാൻ പോവാ. എനിക്ക് വേറെ വഴിയില്ല. മോളെ,
അത് കഴുകിക്കളയാൻ പോവാണോ? അടുക്കളയിൽ ജോലിയുണ്ട് ബാലമാമ. അതുകൊണ്ട് മൈലാഞ്ചി കഴുകിക്കളയാന്ന് വിചാരിച്ചു. നിന്റെ മനസ്സിലുള്ള വിഷമം ബാലമാമയോട് പറയില്ല അല്ലേ? ബാലമാമ, ചാരുമോളെ, ഏമ പറഞ്ഞു കേട്ടിട്ടല്ലേ നീ ഇപ്പൊ മൈലാഞ്ചി കഴുകിക്കളയാൻ പോന്ന്? അവളുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ മോളെ? ആദ്യമായിട്ടല്ലല്ലോ അവൾ ഇങ്ങനെയൊന്നും പറയുന്നത്. അവള് പറയുന്നൊന്നും നീ കേക്കണ്ട. ആകാശ് ഇഷ്ടത്തോടെ ഇട്ട് തന്നതല്ലേ. നാളെ മറ്റൊരു കാര്യം പറഞ്ഞായിരിക്കും ഏമ വഴക്കിന് വരുന്നത്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന നിന്റെ ജീവിതം എന്താവും മോളെ? ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കണ്ട. നീ നിനക്ക് വേണ്ടി ജീവിക്കും മോളെ. ഒന്നിനും വേണ്ടി നിന്റെ ജീവിതം നീ വിട്ടുകൊടുക്കണ്ട. നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ ചെയ്യണം. മൈലാഞ്ചിയുടെ കാര്യത്തിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവണം. ബാലമാമൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മുരുക, എന്താ ആകാശ് സാറ്? സ്റ്റാഫെല്ലാം വന്ന് ജോലിയും തുടങ്ങി. തന്റെ ചീഫ് എഞ്ചിനീയറെ കാണാനില്ലല്ലോ. പഞ്ച്വാലിറ്റിയും മറ്റു റൂൾസ് ഒന്നും അവർക്ക് ബാധകമല്ലേ? ഇനിയും 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ടല്ലോ സാറേ. 10 മണിയാവുമ്പോഴേക്ക് മാഡം എത്തും. ആ, നോക്കാം. സാർ, മാഡം വന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. കണ്ടില്ലേ സാർ, മാഡം കൃത്യസമയത്ത് എത്തിയത്. പഞ്ച്വാലിറ്റിയും റൂൾസും മാഡത്തിനും ബാധകമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആകാശ് സാറേ, ബുള്ളറ്റിന്റെ കീ ഒന്ന് തരുമോ? ഒരു ചെറിയ കാര്യമുണ്ട്, പെട്ടെന്ന് വരാം. താങ്ക്സ്, ഇപ്പൊ വരാം.